എക്സിറ്റ് പോളും പ്രവചനങ്ങളും എതിരെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണം തുടരാം എന്നാണ് LDFന്റെ പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടി നേതാക്കൾ പറയുന്നു. രാജ്യത്തെ അവശേഷിക്കുന്ന ഏക ഇടതു സർക്കാരിനെ നിലനിർത്താൻ LDFന് തെരഞ്ഞെടുപ്പ് ജയിച്ചേ മതിയാവൂ. ഭരണ തുടർച്ചയിൽ പ്രതീക്ഷ കൈവിടാതെയാണ് LDF നീക്കങ്ങൾ. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അവഗണിക്കുന്നില്ലെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഭരണം തുടരാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF ക്യാമ്പ്. 75 സീറ്റാണ് LDFന്റെ കണക്കിലുള്ളത്. 60 സീറ്റുകളിൽ വിജയം ഉറപ്പെന്നാണ് വിലയിരുത്തൽ. 10ലേറെ സീറ്റുകളിൽ മേൽക്കൈ ഉണ്ടാകുമെന്നും കരുതുന്നു. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. അത് ചിലപ്പോൾ ഒരു 3000-ന് മേലെ വോട്ടിന് ആവാം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ കാണുന്നത്. ബാക്കി വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. 3 പേര് കിടന്ന് യുദ്ധമാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, യുദ്ധ പരമ്പരയാണ്. ഹൈക്കമാൻഡ് പലവട്ടം പറഞ്ഞു, ലോ ആയിട്ട് നിൽക്കാൻ പറഞ്ഞു, ബഹളം വെക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ടും ആരും കേൾക്കാൻ അത്ര ഒരു പാർട്ടിക്ക് ഇങ്ങനെ പറഞ്ഞ വല്ല അർഹതയുണ്ടോ? ജയിക്കട്ടെ തോൽക്കട്ടെ, കോൺഗ്രസ് ആദ്യം സ്വന്തം വീട് വൃത്തിയാക്കണം. ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമാകുമെന്ന വിലയിരുത്തലുകൾ തള്ളുകയാണ് നേതാക്കൾ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണം. ഇവിടെ ന്യൂനപക്ഷം എന്നല്ല എല്ലാ ജനവിഭാഗങ്ങളും ഭരണത്തെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എക്സിറ്റ് പോളിലും ഭരണവിരുദ്ധ വികാരമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എക്സിറ്റ് പോളിൽ പറയുന്നില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? കാരണം ഏറ്റവും ആദ്യം പറയുക എക്സിറ്റ് പോളിലാണല്ലോ ആളുകളോട്. അപ്പോൾ പൊതുവേ LDF ഭരണം തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ ആധിപത്യം ഉണ്ടാകുമെന്നാണ് LDF കണക്കുകൂട്ടൽ. BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകില്ലെന്നും നേതാക്കൾ പറയുന്നു. പരാജയപ്പെട്ടാൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്തവരായി ഇടതുപക്ഷം മാറും. കേരളത്തിലെ ഭരണത്തുടർച്ച ദേശീയ തലത്തിൽ CPIM-നും CPI-ക്കും അനിവാര്യമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.